ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോണത് ഒരു ക്ഷമയാണ്. എന്താ വെച്ചാൽ നമ്മൾ കുറേ നാളായി വീഡിയോ ഇടാണ്ടും വീഡിയോ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യാണ്ടും. അപ്പോൾ കുറച്ച് കാര്യങ്ങളായി അങ്ങനെ വീഡിയോ ഇടാണ്ട്. അത് കാരണം ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ വന്നത്. ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇന്ന് നമ്മളിപ്പോൾ ക്രിസ്മസ് കാലമൊക്കെ അല്ലേ, നല്ല വെയിലുണ്ടാകും. ക്രിസ്മസ് കാലമൊക്കെ ആയതിനാൽ നമ്മൾ പുൽക്കൂടുണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നതാണ്. ഞാൻ നിങ്ങളുടെ ഫുൾ വീഡിയോ കാണിച്ചു തരുന്നില്ല. ഞാൻ കുറച്ച് നാളായിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഡിസംബർ 4-ാം തീയതി 5-ാം തീയതി കൂടെ ആയി. അപ്പോൾ അത് കാരണം നമ്മൾ 1-ാം തീയതി തുടങ്ങിയതാണ് പുൽക്കൂട് പണി. അത് കാരണം നമ്മൾ ഇവിടെ പുൽക്കൂട് ആ കാണുന്ന സൈഡിൽ നമ്മൾ ഉണ്ടാക്കിയേക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. കഴിഞ്ഞ പോലെ അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ കഴിഞ്ഞ പോലെ യൂട്യൂബ് ചാനൽ ഇല്ലാത്ത കാരണം കാണിച്ചു തരാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ കാണിച്ചു തരാം. കുറച്ചൊക്കെ പണി ചെയ്ത് വെച്ചിട്ടുണ്ട്. മറ്റുള്ള പണികളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പാട്ടായിട്ട്, അതായത് പാട്ടെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കാമല്ലോ, പാട്ട് ആയിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ അതിൻ്റെ പണികൾ. നമുക്ക് അവിടെയാണ് ചേർന്നിട്ട് സംസാരിച്ചത്. നമുക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ കല്ലൊക്കെ വെച്ച് സൂപ്പറാക്കിയിട്ട് കാണിച്ചു തരാം. നമ്മൾ നല്ല മഴയുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ നല്ല മഴ ഉണ്ടായിരുന്നു. ഇന്ന് നല്ല വെയിലാണ്. കാരണം നമുക്ക് അങ്ങോട്ട് നോക്കിയാൽ കാണാം നല്ല വെയിലാണുള്ളത്. നമുക്ക് ഈ കല്ലുകളൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. നമ്മൾ ഓരോ കല്ലും മാറ്റി വെക്കേണ്ടതാണ്. നമ്മളെ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ 3 കല്ല്. ഇനി ഇപ്പുറത്തെ 3 കല്ലാണ് ഗൈസ് മാറ്റി വയ്ക്കേണ്ടത്. 1 2 3. ഇനി നമ്മളിത് എടുക്കണം കേട്ടോ ഗൈസ്. നമ്മൾ എടുത്തേക്കാണ്. അപ്പോൾ നമ്മുടെ ഔട്ട്ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഔട്ട്ലുക്ക് വരുന്നത്. ഇവിടെ ഫുള്ളിങ്ങനെ പാടാക്കാനാണ് എൻ്റെ പരിപാടി. ഇത് നമ്മുടെ ഡാം പോലെ, അതായത് ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പൈപ്പ് ഇട്ടിങ്ങനെ വരും. നമ്മൾ വളഞ്ഞ് ഇതിലൂടെ നിന്ന് വന്ന് വെള്ളം ഇവിടെ ചാടിക്കുന്നതായിരിക്കും കേട്ടോ. ഇവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട്. നമ്മൾ അതാണ് കിണർ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കുറേ കാര്യങ്ങൾ ചെയ്തു വരും. ഔട്ട്ലുക്ക് ഞാൻ നമുക്ക് ഏറ്റവും ലാസ്റ്റ് കാണിച്ചു തരേണ്ടതായിരിക്കും കേട്ടോ. അപ്പോൾ 1 2 3 4 സ്റ്റെപ്പാണ് നമുക്ക് ഓൾറെഡി വന്നിരിക്കുന്നത്. നീല പെയിൻ്റാണ് അടിച്ചേക്കണത്. ഇത് കഴിഞ്ഞ പോലെ ഉള്ളതാണ്, 2 കൊല്ലം മുമ്പുള്ളതാണ് കേട്ടോ. നമ്മൾ ഇത് പേപ്പറൊക്കെ വെച്ച് പൊതിന് വന്നപ്പോഴാണ് ഇങ്ങനെ ഉണ്ടായതിട്ടാ. നമ്മൾ ഈ സിമെൻറ്റ് ഇട്ട സ്ഥലത്തൊക്കെ പെയിൻ്റ് അടിക്കേണ്ടതാണ് കേട്ടോ. സിമെൻറ്റ് ഇട്ട സ്ഥലത്തൊക്കെ പെയിൻ്റ് അടിക്കണം. ഇവിടേക്കാണ് സിമെൻറ്റ് ഇട്ടേക്കണത്. കുറച്ച് വെള്ളം കെട്ടിയിട്ടുണ്ട്. ഞാൻ അതിലൂടെ വിട്ടതാണ്. കുറച്ച് വെള്ളം കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊക്കെ ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നത്. നല്ലൊരു മഴയുടെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ട് നമ്മുടെ പുൽക്കൂട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. നമ്മൾ കുറച്ച് കാലം വീഡിയോ ഇടുന്നത് കാരണം കുറച്ച് റീച്ചൊന്നും കിട്ടില്ല. അപ്പോൾ ഇനി നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.